പുഷ്പ പുഷ്പ മാറി പുഷ്പനായി, പുഷ്പൻ മാറി പുഷ്കുവായി. പുഷ്പ 1 എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തു വെച്ചിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഗംഭീര സിനിമയാണെന്നല്ല പറയുന്നത്. എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. എന്നാൽ നാഷണൽ അവാർഡ് കിട്ടേണ്ട ഒരു പെർഫോമൻസ് അതിനകത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. സത്യം പറഞ്ഞാൽ അല്ലു അർജുൻ അതിനകത്ത് നാഷണൽ അവാർഡ് കിട്ടിയപ്പം കുട്ടി മാമ ഞാൻ ഞെട്ടി മാമ, അത് എന്തിന് എങ്ങനെ കൊടുത്ത പോട്ടെ, ഒരു നടനാണ്, അയാളുടെ കഴിവിനെ നമ്മളൊരിക്കലും തരം താഴ്ത്തി കാണാൻ പാടില്ല. നാഷണൽ അവാർഡ് കിട്ടേണ്ട പെർഫോമൻസ് ആയിരിക്കും, നമുക്ക് അങ്ങനെ തോന്നാത്തതായിരിക്കും. പുള്ളിക്ക് അത് കൊടുത്തു. പക്ഷേ അതിൻ്റെ ഒരു പുഷ്പ 2 എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുമ്പം പുഷ്പ 1 കാണിക്കേണ്ടതായിട്ട് ഒരു ചെറിയൊരു മര്യാദയുണ്ടല്ലോ, ആ മര്യാദ കാണിക്കാനായിട്ട് ആ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടില്ല സത്യത്തിൽ. അത് ഒരുപാട് 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 റിയാക്ഷൻസൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഇപ്പം ഞാനതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിനകത്ത് അല്ലു അർജുൻ്റെ ശബ്ദം ഡബ് ചെയ്ത ജിസ് ജോയ്, ഡയറക്ടർ, ഫീൽ ഗുഡ് സിനിമകളുടെ ഡയറക്ടർ ജിസ് ജോയ്, ഒരു മീഡിയയ്ക്ക് കൊടുക്കുന്ന ഒരു അഭിമുഖമുണ്ട്. അതായത് പുള്ളി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേന് മീഡിയക്കാർ കൂടുന്നു. പിന്നെ പുള്ളിക്ക് എന്ത് പറയാൻ പറ്റും? പുള്ളി ഡബ് ചെയ്ത ഒരു സിനിമ 18 വർഷമായി അല്ലു അർജുന് വേണ്ടി ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുള്ളി അല്ലു അർജുൻ്റെ ഒരു സിനിമ കണ്ടിറങ്ങി വന്നിട്ട് അത് കൊള്ളൂല, അല്ലെങ്കിൽ അത് പോക്കാണ് എന്നെങ്ങനെ പറയാൻ പറ്റും? അത് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പുള്ളി വന്നിട്ട് പുള്ളീൻ്റെ ഭാഗം ക്ലിയറാക്കി. പുള്ളി പറഞ്ഞു അല്ലു അർജുൻ്റെ ഇത്രയും വർഷത്തെ ആക്ടിങ്ങിനിടയിൽ പുള്ളി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല അഭിനയം, ഏറ്റവും നല്ല ആക്ടിങ്, നാഷണൽ അവാർഡ് വരെ കിട്ടാം, അത് പുഷ്പ 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജിസ്റ്റോയി അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ, തിയേറ്ററിൽ മൊത്തം ആർപ്പുവിളിയായിരുന്നു, ഭയങ്കര രോമാഞ്ചമായിരുന്നു. അതായത് ഫാൻസ് ഷോയ്ക്കാണ് പോയത്. അപ്പോൾ ഫഹദ് ഫാസിലിൻ്റെ ഫാൻസും ഉണ്ടാകും ഓൾറെഡി, പിന്നെ അല്ലു അർജുൻ്റെ ഫാൻസും ഉണ്ടാകും. അപ്പോൾ ഇവർ ഭയങ്കര കൂകിലും ഭയങ്കര ആർപ്പുവിളിയായിരുന്നു എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അപ്പം ആയിരിക്കും ഫാൻസ് ഷോ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, കൂകിലും ആർപ്പുവിളിയൊക്കെ തന്നെയാണ്. പിന്നെ പുള്ളി 4 മണിക്കാണ് പോയി സിനിമ കണ്ടത്, അതുകൊണ്ട് പുള്ളി എത്രത്തോളം അത് ആസ്വദിച്ചിട്ടുണ്ടാകും, നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടുണ്ടാകും കേട്ടോ. പുള്ളി ഡബ് ചെയ്തൊരു സിനിമയല്ലേ, സ്വന്തം ശബ്ദം തിയേറ്ററിലൂടെ കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും ഒരു ഊർജ്ജം ഉണ്ടാകും. പക്ഷേ പുള്ളിയോട് ചെന്ന് ചോദിച്ച ചോദ്യവും പുള്ളി പറഞ്ഞ ഉത്തരവും എത്രത്തോളം ഇതാണെന്നാണ്. അപ്പോൾ എല്ലാവരെയും നമ്മൾ കുറ്റം പറയുന്നില്ല കേട്ടോ. പുള്ളി പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഏറ്റവും നല്ല സിനിമയാണ്, പുഷ്പ 1 എന്തുകൊണ്ടും ഏറ്റവും മേളിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് പുഷ്പ 2 എന്ന് പറയുന്നു. പക്ഷേ പുള്ളി മാത്രം ഒരു നല്ലത് പറഞ്ഞതേ ഞാൻ കണ്ടുള്ളൂ, മറ്റാരും ഫാൻസ് പോലും അതിനെ നല്ലതായിട്ട് പറയുന്നത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മൈൻഡാണല്ലോ. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും ഒരു സിനിമ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ ജിസ് ജോയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണും. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളൊക്കെ കോമഡിയാണ്. അതായത് കുറേ കമൻറ്റുകളുണ്ട്, ഞാൻ എന്താണെന്നൊന്നും പറയുന്നില്ല എന്താണെങ്കിലും. അപ്പോൾ ജിസ് ജോയിനെ അപേക്ഷിച്ച് ആ സിനിമ കൊള്ളൂല എന്ന് പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം ഞാനൊരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ ആ സിനിമ പൊട്ടി പാളീസായി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പറയും ആ സിനിമ പൊട്ടി, ആ സിനിമ അത്ര പോരാ, പ്രത്യേകിച്ച് ഇത്രയും പൈസ മുടക്കി ഇറക്കുന്നൊരു സിനിമ, ഞാൻ അഭിനയിക്കുന്നൊരു സിനിമ പൊട്ടി എന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റും? സ്വാഭാവികമായിട്ടും പറ്റില്ല. അത് നമ്മുടെ നാട്ടുകാർ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടുകാരത് മനസ്സിലാക്കി പെരുമാറണം. അപ്പോൾ എന്താണെങ്കിലും ജിസ് ജോയ് ഒന്ന് നല്ലതാ എന്ന് പറയുക മാത്രമേ രക്ഷയുള്ളൂ, അല്ലാതെ കൊള്ളൂല എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ജി പി സിനിമയെക്കുറിച്ചൊരു റിവ്യൂ ഇടുകയാണെങ്കിൽ ജി പിക്കും ഈ സിനിമ നല്ലതാണ് എന്നേ പറയാൻ പറ്റൂ, അല്ലു അർജുനുമായിട്ടുള്ള കമ്പനി വെച്ച്. അല്ലാതെ അല്ലു അർജുനുമായിട്ടുള്ള ഇത്രയും അടുത്ത ബന്ധമുള്ള ആൾക്കാർ വന്നിട്ട് ഈ സിനിമ കൊള്ളൂല എന്നൊരു കാലത്തും പറയില്ല. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ കുറേ നാളുകൾക്ക് ശേഷം അവർ പറയും ഒന്നാം സിനിമ കൊള്ളൂലായിരുന്നു എന്ന്, കുറേ നാളുകൾക്ക് ശേഷം പറയും. അത് ഈ നടൻ്റെ വേറെ ഏതെങ്കിലും സിനിമ വിജയിച്ച് കഴിയുമ്പോഴേ ഈ സിനിമ കൊള്ളൂലായിരുന്നു എന്ന് പറയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജിസ് ജോയിനെ ആരും കുറ്റപ്പെടുത്തരുത്, പുള്ളിയുടെ അവസ്ഥ അതാണ്, പുള്ളിക്ക് അങ്ങനെ പറഞ്ഞേ മതിയാവും, പുള്ളിയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണത്. അപ്പോൾ എന്താണെങ്കിലും കാണാത്തവരൊക്കെ പോയി കാണുക, കണ്ടവരൊക്കെ ഈ റിയാക്ട് ചെയ്യാം, പക്ഷേ റിവ്യൂവും പറയാം. പക്ഷേ അതിൻ്റെ ഈ സ്പോയിലേഴ്സ് ഒന്നും പുറത്തു വിടരുത്. പ്രത്യേകിച്ച് സ്പോയിലറൊന്നും ഇല്ല എന്നാണ് കേട്ടത്, എന്നാൽ പോലും സ്പോയിലറുകളൊന്നും പുറത്തു വിടാതിരിക്കുക.